ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ്. ഈ സിനിമയിൽ അഡ്വക്കേറ്റ് വിജയമോഹനായി മോഹൻലാൽ എത്തുന്നു, അഡ്വക്കേറ്റ് രാജശേഖരനായിട്ട് സിദ്ദിഖ് എത്തുന്നു, അഡ്വക്കേറ്റ് പൂർണിമ രാജശേഖരനായിട്ട് രാജശേഖരൻ്റെ മകളായിട്ട് പ്രിയാമണി എത്തുന്നു. പിന്നെ ഈ സിനിമയിൽ മറ്റ് അഭിനേതാക്കളുണ്ട്. ജഗദീഷുണ്ട്, മുഖ്യവേഷം ചെയ്യുന്ന ജഗദീഷ്. അനശ്വര രാജൻ സാറ മുഹമ്മദായിട്ട് വരുന്നു. മുഹമ്മദിനെ അവതരിപ്പിക്കുന്നത് ജഗദീഷാണ്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് KB ഗണേഷ് കുമാർ വരുന്നുണ്ട്. ഈ സിനിമ ഒരു ക്രൈം നടന്നു. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഒരാൾ. അയാൾ ഇന്നയാളാണ് എന്ന് പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പരേഡിൽ തിരിച്ചറിഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ. ആ കേസ് കോടതിയിലെത്തുകയും പിന്നീട് നടക്കുന്നത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ ആദ്യമധ്യാന്തം നമ്മളോട് പറയും. അവസാനം അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു അഡ്വക്കേറ്റ് ജയമോഹൻ. അഡ്വക്കേറ്റ് രാജശേഖരനായിട്ടെത്തിയ സിദ്ദിഖ് ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും, അദ്ദേഹത്തിൻ്റെ ഏതൊരു സിനിമ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സിദ്ദിഖ് എന്ന നടൻ, അദ്ദേഹത്തിന് ഒരു വേഷമില്ല എങ്കിൽ പോലും തനതായ രീതിയിൽ അദ്ദേഹത്തിന് ആ വേഷത്തെ മാറ്റിമറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് നമ്മെ ആസ്വദിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയാമണിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ മോഹൻലാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മോഹൻലാലിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അനശ്വര രാജനാണ് ഈ സിനിമയിൽ പീഡിപ്പിക്കപ്പെടുന്ന സാറ മുഹമ്മദായിട്ട് എത്തുന്നത്. അങ്ങനെ ഈ സിനിമയിൽ കോടതിയിൽ വരികയും കേസ് കോടതിയിലെത്തുകയും കോടതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം, അതിഗംഭീരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം, കോർട്ട് റൂം ഡ്രാമ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഏറ്റവും വിജയകരമായ ഒരു സിനിമ തന്നെയാണ് ജിത്തു ജോസഫിൻ്റെ ഈ സിനിമ. നമ്മൾ കണ്ടു എന്നാ താൻ കേസുകൂട് എന്ന സിനിമയും ഒക്കെ നമ്മൾ കണ്ടതാണ്. കോർട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സിനിമ തന്നെയാണ്. കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള സിനിമകളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നമുക്ക് ആകാംക്ഷഭരിതമായിട്ട് ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാക്കി മാറ്റി ഈ സിനിമ. ജിത്തു ജോസഫിൻ്റെ കഴിവ് കൊണ്ട് തന്നെ, തിരക്കഥാകൃത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നില്ല, കാരണം തിരക്കഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഒരുപക്ഷെ ജിത്തു ജോസഫ് അറിഞ്ഞ് തന്നെ വന്ന ഒരു സംഗതി. ദൃശ്യം എന്ന സിനിമയിൽ ജോർജ് കുട്ടിയുടെ മക്കൾ വിളിക്കുന്നത് അച്ഛ എന്നാണ് വിളിക്കുന്നത്. സാധാരണഗതിയിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അപ്പൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പപ്പ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡാഡി എന്ന് വിളിക്കുക, അപ്പൻ എന്ന് വിളിക്കുക, അപ്പ എന്ന് വിളിക്കുക. നമ്മൾ കണ്ടു ആൻ്റണി എന്ന സിനിമയിൽ അപ്പ എന്നുള്ള വിളിയുടെ പ്രസക്തിയും അതിൻ്റെ ശക്തിവിശേഷങ്ങളും ഒക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടതാണ്. അപ്പൻ എന്നാണ് വിളിക്കേണ്ടത്. ശരിക്കും ജോർജ് കുട്ടിയെ മക്കൾ അപ്പൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ അപ്പച്ചൻ എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സിനിമയിൽ അങ്ങനെ വിളിച്ചില്ല. അത് ആ ഒരു വൈരുദ്ധ്യം ഈ സിനിമയിലും തുടർന്ന് പോവുകയാണ് ജിത്തു ജോസഫ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ആരെ? മുഹമ്മദിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ മറ്റ് കഥാപാത്രങ്ങൾ അച്ഛൻ എന്നാണ്. വാപ്പ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം, ഉയർത്താനുള്ള ചോദ്യം അതാണ്. കോർട്ട് റൂം ഡ്രാമയൊക്കെ ശരി തന്നെ. മോഹൻലാലിൻ്റെ വേഷവും സിദ്ദിഖിൻ്റെ വേഷവും ഒക്കെ ആകാംക്ഷഭരിതം തന്നെ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് ഈ സിനിമ പോകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അറിയില്ല. പക്ഷെ അത് വേണം, അത് സംഭവിക്കണം, അതങ്ങനെ തന്നെ വേണം. വാപ്പയെ വാപ്പ എന്ന് തന്നെ വിളിക്കണം, വാപ്പച്ചിയെ വാപ്പച്ചി എന്ന് തന്നെ വിളിക്കണം, ഉമ്മച്ചിയെ ഉമ്മച്ചി എന്ന് തന്നെ വിളിക്കണം.
അപ്പോഴാണ് നമുക്ക് ആസ്വാദകർക്ക് അതിനകത്തൊരു യാഥാർത്ഥ്യമുള്ളതായിട്ട് യാഥാർത്ഥ്യബോധം ഈ സിനിമയിൽ ഈ കഥ ഇങ്ങനെ നടക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി തകർന്ന തരിപ്പണമായി പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിഴലും വെളിച്ചവും കൂടിച്ചേരുന്ന ഒന്നാണ്. നിഴൽ കാണിച്ച് തൊട്ടടുത്ത നിമിഷം വെളിച്ചം കാണിച്ച് ശബ്ദം കേൾപ്പിച്ച് തൊട്ടടുത്ത നിമിഷം നിശബ്ദത കേൾപ്പിച്ച് പോകുന്ന ഒരു കലയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ കല എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അത് ബാലപാഠമാണ്. അതിൻ്റെ ബാലപാഠമാണ് ഈ പറയുന്നത്. സിനിമയുടെ ബാലപാഠമാണ് ഇവിടെ ഈ പറയുന്നത്. എന്തുകൊണ്ട് അത് ഈ സിനിമയിൽ സംഭവിക്കുന്നില്ല? വളരെ വ്യക്തമായിട്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു. അവസാനം പ്രതിമ കാണിക്കുന്ന സമയത്ത് പ്രതിമയിൽ ഉള്ള വെട്ടം കാണിക്കുന്ന ആ വെട്ടം എവിടെയാണ്? സിദ്ദിഖിൻ്റെ മുഖത്താണ് വെട്ടം. ശരിക്കും പ്രതിമയുടെ മുഖത്ത് വരണമായിരുന്നു ആ വെട്ടം. ആ ലൈറ്റ് അവിടെ വരണമായിരുന്നു, അവിടെ വന്നില്ല. ഇത്തരം തെറ്റുകൾ വളരെ ഇതായിട്ട് ഇങ്ങനെ ആവർത്തിച്ചു. പിന്നെ അഹാനയായിട്ട് വരുന്ന ശാന്തി മായാദേവിയുടെ കഥാപാത്രം, അത് ഓവർ ആക്ഷൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒന്ന് തന്നെയാണ്. അത് KM ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഈ സിനിമയുടെ മഹത്വത്തെ എടുത്തു പറയാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞ ഒന്നാണ്. ഒരു മഹത്വവും ഇല്ല. സിനിമ ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ഈ സിനിമയ്ക്കകത്ത് മറ്റ് മഹത്വവൽക്കരിക്കേണ്ടതായിട്ടുള്ള ഒന്നും തന്നെയില്ല. ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഈ സിനിമയ്ക്കില്ല. പിന്നെ എന്തിനാണ് KM ഷാജഹാൻ ഒരു തവണ മറുനാടൻ ഷാജനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, ആ യൂസഫ് അലിയെ പറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അദ്ദേഹത്തിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ്, വ്യൂവേഴ്സിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ്. എന്തിനാണ് ഷാജഹാൻ ഇതിനകത്ത് താനൊരു നിരൂപകനൊന്നുമല്ല, ഒരു ആസ്വാദകൻ പോലുമല്ല, എന്നിട്ട് താൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ഇവിടെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷാജഹാൻ പറയുന്ന ആ ഒരു ഭാഗം ശരിയാണ്. ഇവിടെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്രയോ ക്രൈമുകൾ ആലുവയിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ പീഡിപ്പിച്ചവനെ ശിക്ഷിച്ചു. അവൻ ബംഗാളി ആയതുകൊണ്ടാണ് ശിക്ഷിച്ചത്. മലയാളിയാണെങ്കിൽ ശിക്ഷിക്കില്ല. അതൊക്കെ ഷാജഹാൻ്റെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഷാജഹാൻ പറഞ്ഞ ഒരു കാര്യം, മോഹൻലാലിൻ്റെ തിരിച്ചുവരവിന് കളമൊരുക്കിയ ഒരു സിനിമ, അങ്ങനെയൊന്നും പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഈ സിനിമയ്ക്കകത്തില്ല. എന്ത് തിരിച്ചുവരവാണ് മോഹൻലാൽ നടത്തിയിരിക്കുന്നത്? ഒരു തിരിച്ചുവരവും നടത്തിയിട്ടില്ല. ഫോട്ടോഗ്രാഫി പോയതോടുകൂടി സിനിമ തന്നെ പോയി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അച്ഛൻ വിളികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിഥി രവി വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവരുടെ മുഖത്തൊന്നും ഒരു വെളിച്ചവും ഇല്ല. വെളിച്ചം വീഴ്ത്തേണ്ട സമയത്ത്, നമ്മൾ കാതലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇതേ കാരണം തന്നെ അവിടെയും പറഞ്ഞു. അവിടെ പിന്നെ എല്ലാം മൂടിവെച്ച മാനസികാവസ്ഥയുള്ള ആളുകളായതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചതായിരിക്കാം. ആളുകളുടെ മുഖത്ത് വെളിച്ചം, കഥാപാത്രങ്ങളുടെ മുഖത്ത് വെളിച്ചം വേണ്ട എന്ന് സംവിധായകൻ നിശ്ചയിച്ചതായിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ. പക്ഷേ ഇവിടെ തെളിവ് വരുന്ന സമയത്ത് പോലും, അത് തെളിയിക്കപ്പെടുന്ന സമയത്ത് പോലും ആ ലൈറ്റിനെ ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സംവിധായകന് സാധിച്ചില്ല, തിരക്കഥാകൃത്തിന് സാധിച്ചില്ല, ആ ക്യാമറമാന് സാധിച്ചില്ല. പിന്നെ എന്ത് തിരിച്ചുവരവിൻ്റെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? എന്ത് മഹത്വവൽക്കരണം? മോഹൻലാലിൻ്റെ എന്ത് തിരിച്ചുവരവ്? ഇങ്ങനെയൊക്കെയാണോ തിരിച്ചു വരുന്നത്? ഇങ്ങനെയൊന്നുമല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന അതിഗംഭീരമായിട്ട് വരണം. ലൂസിഫറിന് ശേഷം മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ പരാജയമായിരുന്നു എന്നാണ് KM ഷാജഹാൻ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. ആയിക്കോട്ടെ, പരാജയമാകട്ടെ. അത് മോഹൻലാലിൻ്റെ കുഴപ്പം കൊണ്ടല്ല പരാജയമാവുന്നത് തിരക്കഥാകൃത്തിൻ്റെ, സംവിധായകൻ്റെ, ഫോട്ടോഗ്രാഫറുടെ, എഡിറ്ററുടെ ഒക്കെ കുഴപ്പം കൊണ്ടാണ് സിനിമ പരാജയമാവുന്നത്. അതിന് മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് മോഹൻലാൽ തിരിച്ചു വന്നിട്ടൊന്നുമില്ല. ദൃശ്യം 1ഉം 2ഉം ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും ഒരു പടി പോലും മുന്നോട്ട് പോയിട്ടില്ല. പല രംഗങ്ങളും ദൃശ്യത്തിലെ അതേ സംഭാഷണങ്ങളും ഒക്കെ കാര്യങ്ങളും. 27-ാം തീയതി നീ എവിടെയായിരുന്നു? 27-ാം തീയതി നിങ്ങൾ അവിടെ ആയിരുന്നില്ലേ? ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെയല്ലേ ഇതിനകത്തും പോകുന്നത്. പിന്നെ എന്താണ് ഒരു വ്യത്യസ്തത ഉള്ളത്? ഇനി വേണ്ട, വ്യത്യസ്തത ഒന്നും വേണ്ട. ഇത് നമുക്ക് ആസ്വാദനം തരുന്നുണ്ട്, ചില ഇടങ്ങളിലൊക്കെ ആസ്വാദനം തരുന്നുണ്ട്. അനശ്വര രാജൻ്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ മുഖത്ത് കൈവച്ച് സ്കൾപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവളെ രക്ഷിച്ച ആളെ, അല്ലെങ്കിൽ അവളെ ക്രൂരമായി പീഡിപ്പിച്ച ആൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആ ആളുടെ സ്നേഹ സംസ്രണമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആകാംക്ഷ തരുന്നത്, നമുക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഛായാഗ്രഹണം തകർന്ന് തരിപ്പണമായി പോയി. ഈ സിനിമയിൽ തകർന്ന് തരിപ്പണമായി പോയി എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.
കാരണം ഛായാഗ്രഹണം തകർന്ന് തരിപ്പണമാവുക എന്ന് പറയുമ്പോൾ സിനിമ തന്നെ തകർന്ന് തരിപ്പണമായി എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ കുറേ ഡയലോഗുകൾ, അതാണോ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറേ ഡയലോഗ് പ്രസൻറ്റേഷൻ, അവസാനം ആസ്വാദകർക്ക് ഇഷ്ടപ്പെട്ടു, സംഗതി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു കാര്യം കൂടെ അവിടെ ചെയ്തിരുന്നു എങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു ഉഗ്രനായിട്ടുള്ള ഒരു സിനിമയായി ഈ സിനിമയെ ചരിത്രം വിലയിരുത്തിയതിനായി സിനിമ ചരിത്രം വിലയിരുത്തുമായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഛായാഗ്രഹണമാണ്, തിരക്കഥയാണ്, സംവിധാനമാണ്. ഇത് മൂന്നും തകർന്ന് തരിപ്പണമായിപ്പോയി. ജിത്തു ജോസഫിനെ സംബന്ധിച്ച് സംവിധാനത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതുപോലെ ജിത്തു ജോസഫിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതൊന്നുമല്ല. ഉഗ്രമായിട്ടുള്ള സാധനമാണ്. നമ്മൾ ജീവിക്കുന്നത് ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ ടെക്നിക്കൽ വശങ്ങളും ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ജിത്തു ജോസഫ് ഇത്തരമൊരു സിനിമയുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആദ്യമധ്യാന്തം നമുക്ക് കണ്ടിരിക്കാൻ, വെറുതെ ഒരു സിനിമ എന്നുള്ള അർത്ഥത്തിൽ കണ്ടിരിക്കാം. അതല്ലാതെ ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ മുഖത്ത് തപ്പി നോക്കിയൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് യാതൊരു യുക്തിക്കും നിരക്കാത്ത ഒന്ന് തന്നെയാണ്. കാരണം ആ റേപ്പ് സീനിൽ യാതൊരു പ്രതികരണവും ഇല്ല. അനശ്വര രാജൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ സാറ എന്ന കഥാപാത്രത്തിൻ്റെ കയ്യിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒച്ചവെക്കലോ ഒരു പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ റേപ്പ് നടക്കുന്ന സമയത്ത് ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു റേപ്പ്. അതാണ് അവിടെ ആ അടിസ്ഥാനപരമായിട്ട് സിനിമയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് ഈ സിനിമ പരാജയപ്പെട്ട ഒരു സിനിമയുടെ വിഭാഗത്തിൽപ്പെടുത്താം. പക്ഷേ കൊമേഴ്സ്യലായിട്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്നുള്ളതിൽ മോഹൻലാലിനെ എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം ഈ സിനിമ ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.